ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും മതിയാകില്ല. ഉത്സവ വിശേഷങ്ങൾ മാത്രമല്ല, കണ്ണൻ്റെ അപദാനങ്ങൾ എത്ര പാടിയാലും തീരില്ല, എത്ര പറഞ്ഞാലും അവസാനിക്കുന്നില്ല, എത്ര കേട്ടാലും ഭക്തർക്ക് മതി വരുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ പള്ളിവേട്ട ദിവസം നടന്ന പുറത്തേക്കെഴുന്നള്ളിപ്പാണ് ഈ കാണുന്നത്. ഇതാ ശങ്കരനാരായണൻ എന്ന കൊമ്പൻ്റെ പുറത്ത് ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പെഴുന്നള്ളിച്ചിട്ടുള്ള സ്വർണ്ണക്കോലം കയറ്റി എഴുന്നള്ളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കോലം എന്ന് പറയുന്നത് എന്നുണ്ടാക്കി എന്നത് ആർക്കും അറിയില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചതിന് മുന്നിൽ ആയോധന വേഷധാരികളായ കൃഷ്ണാട്ടം കലാകാരന്മാർ ചുവട് വച്ച് ഈ എഴുന്നള്ളിപ്പിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതാണ് കാണുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, ചെയർമാൻ അടക്കമുള്ളവർ നടക്കൽപ്പറ വയ്ക്കുന്ന ദൃശ്യങ്ങൾ, ഭജനമണ്ഡലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭജനയുടെ ദൃശ്യങ്ങൾ, കൊടി, തഴ, സൂര്യമറ എന്നിവയുമായിട്ടുള്ള എഴുന്നള്ളിപ്പിൻ്റെ ദൃശ്യങ്ങൾ, ഇതിന് മുന്നിലുള്ള പാണ്ടിമേളത്തിൻ്റെ ദൃശ്യങ്ങൾ, അനേകായിരം ഭക്തർ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് കാത്തു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, എത്ര ദൃശ്യങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഭക്തർ കാത്തിരിക്കുകയാണ്. 5 ആനകളോടെയാണ് എഴുന്നള്ളിപ്പ്. ആലവട്ടവും വെഞ്ചാമരവും വീശി പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയിൽ ഉത്സവം മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ സ്വർണ്ണക്കോലത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ്. സ്വർണ്ണക്കോലം എന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരു കോലമാണ്. 193 പൂക്കളും മരതകപ്പച്ചയും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണ് ഈ സ്വർണ്ണക്കോലം. 193 സ്വർണ്ണപ്പൂക്കൾ, മരതകപ്പച്ച. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന വലിയ പത്മനാഭൻ എന്ന കൊമ്പന് തിരുവിതാംകൂർ രാജാവ് നൽകിയ വീരശൃംഖല എന്നിവ പതിച്ചതാണ് സ്വർണ്ണക്കോലം. ഈ സ്വർണ്ണക്കോലത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്, എത്ര നൂറ്റാണ്ട് പഴക്കമുണ്ട് എന്നത് ആർക്കും അറിയില്ല. ഇത് സംബന്ധിച്ച രേഖകളൊന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലില്ല. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞാൽ, എഴുന്നള്ളിപ്പ് അകത്ത് കയറി കഴിഞ്ഞാലാണ് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരു വനത്തിൻ്റെ പ്രതീതിയിൽ ഗുരുവായൂരപ്പൻ്റെ മൃഗയാവിനോദത്തിനായി ഭക്തജനങ്ങൾ പക്ഷിമൃഗാദികളുടെ വേഷം ധരിച്ച് പുറത്ത് കാത്തു നിൽക്കും. പിടിയാനപ്പുറത്ത് ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പ് മാത്രമായിട്ട് കീഴ്ശാന്തി പുറത്തേക്ക് എഴുന്നള്ളും. ഇവിടെ ഒരു ചടങ്ങ് നടക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പുതിയടത്ത് പിഷാരടിയും മാനുഷങ്ങളുണ്ടോ എന്ന് 3 തവണ വിളിച്ചു ചോദിക്കും. അതായത് ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട എഴുന്നള്ളിപ്പിന് തയ്യാറായിട്ടുള്ള പക്ഷിമൃഗാദികളുണ്ടോ എന്നാണ് വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ കൊളാടി കുടുംബത്തിലെ കാരണവർ വിളിച്ചു പറയും, ഉണ്ട് എന്ന് വിളിച്ചു പറയും. ഇതോടെ ശംഖനാദത്തിൻ്റെ അകമ്പടി നടക്കുന്ന ഈ ചടങ്ങോട് കൂടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നോക്കൂ, പക്ഷിമൃഗാദികളുടെ വേഷം ധരിച്ച ധാരാളം ഭക്തജനങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു വഴിപാടായിട്ടാണ് ചെയ്യുന്നത്. പല രോഗങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഈ മൃഗയാവിനോദത്തിൽ, കണ്ണൻ്റെ മൃഗയാവിനോദത്തിൽ, ഗുരുവായൂരപ്പൻ്റെ നായാട്ട് ചടങ്ങിൽ പക്ഷിമൃഗാദികളുടെ വേഷം ധരിച്ച് ഭക്തരെത്തുന്നത്. അതിനൊപ്പം ഗുരുവായൂരിൻ്റെ അവകാശമായിട്ടുള്ള, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അവകാശമായ പന്നിയുടെ വേഷം ധരിച്ചിട്ടുള്ള രാധാകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വർഷങ്ങളായിട്ട് പന്നിയുടെ വേഷം ധരിക്കുന്നത്. അങ്ങനെ പന്നിയുടെ വേഷം ധരിച്ച രാധാകൃഷ്ണൻ നായരും ഈ സംഘത്തിലുണ്ടാവും. അവസാനം 9 ഓട്ടപ്രദക്ഷിണം ക്ഷേത്രത്തിനകത്ത് പൂർത്തിയാക്കും. ഈ പക്ഷിമൃഗാദികളുടെ പിന്നാലെ ഭഗവാൻ ആനപ്പുറത്ത് 9 ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കും. ഈ മൃഗങ്ങളെ വേട്ടയാടാനായി ഓടുന്നു എന്നാണ് സങ്കല്പം. അവസാനം 9ാമത്തെ ഓട്ടപ്രദക്ഷിണം അവസാനിക്കുമ്പോൾ അവകാശപ്പന്നിയായിട്ടുള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അവകാശപ്പന്നിയെ അമ്പെയ്ത് വീഴ്ത്തുന്നു എന്ന സങ്കല്പത്തിൽ, ഈ പന്നിയെ ഒരു തണ്ടിലേറ്റി കൊണ്ടുപോകുന്നു എന്ന സങ്കല്പത്തിൽ, സാധാരണ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിച്ചാൽ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതേപോലെ ഒരു തണ്ടിലേക്ക് ഈ അവകാശപ്പന്നിയെ ഒരു തണ്ടിലേക്ക് കെട്ടുകയല്ല, കൈകാലുകൾ ഇങ്ങനെ പിടിച്ച് തണ്ടിലേറ്റി കൊണ്ടുപോകും. അങ്ങനെ തണ്ടിലേറ്റി ഭഗവതി അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് തണ്ട് മാറ്റി കഴിഞ്ഞാൽ ചടങ്ങ് പൂർത്തിയായി. ഭഗവാനെ നേരെ ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കും. ഭഗവാൻ ക്ഷേത്രത്തിനകത്ത് എഴുന്നള്ളിക്കഴിഞ്ഞാൽ ഈ ഒരു ദിവസം മാത്രം അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ പള്ളിയുറക്കം ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിന് പുറത്താണ്. ക്ഷേത്ര ശ്രീകോവിലിന് പുറത്തുള്ള നമസ്കാര മണ്ഡപത്തിൽ കാനന പ്രതീതി ഉണ്ടാകും. കാരണം നായാട്ട് നടക്കുന്നത് കാനനത്തിലാണ്, വനത്തിലാണ്. ഇതാണ് അവകാശപ്പന്നിയായിട്ടുള്ള, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അവകാശപ്പന്നിയായിട്ടുള്ള രാധാകൃഷ്ണൻ നായർ കെട്ടിയ പന്നിവേഷമാണ് ഈ കടന്നു വരുന്നത്. ഈ പന്നിയെയാണ് ഭഗവാൻ അമ്പെയ്ത് വീഴ്ത്തുന്നു എന്ന സങ്കല്പമുള്ളത്.
നമസ്കാര മണ്ഡപത്തിൽ ഭഗവാൻ പള്ളി ഉറങ്ങുന്നതിനായിട്ട് കാനന പ്രതീതി ഉണ്ടാക്കും. അതായത് വനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉത്സവത്തിന് നവധാന്യങ്ങൾ മുളയിട്ടത് ഈ ഭഗവാന്റെ വെള്ളിക്കെട്ടിലിന് ചുറ്റുമായിട്ട് നിരത്തും. എന്നിട്ട് വനത്തിൽ തന്നെ അദ്ദേഹം ശയിച്ചു എന്ന സങ്കല്പത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹത്തിടമ്പ് വെള്ളിക്കട്ടിലിൽ കിടത്തി വെൽവെറ്റ് തലയിണ വെച്ച് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. കഴകക്കാർ ഇതിനു ചുറ്റും കാവൽ നിൽക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രമണി പൂർണ്ണമായും നിശബ്ദമാകും. ക്ഷേത്ര പരിസരത്തെ ആളുകൾ ഉച്ചത്തിൽ സംസാരിക്കുക പോലുമില്ല. ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയ ഭഗവാന്റെ ഉറക്കത്തിന് ഒരുവിധ വിഘ്നവും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ വളരെ സൂക്ഷ്മതയോടു കൂടിയിട്ട് പരിസരത്തെ ശബ്ദം എല്ലാം നിലച്ച് ഭഗവാന്റെ ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്നു. ഇതാ പള്ളിവേട്ടയ്ക്കായി പക്ഷിമൃഗാദികളുടെ പിന്നാലെ ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. പിടിയാന ദേവിയുടെ പുറത്ത് ഗുരുവായൂരപ്പൻ അകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനിയാണ് 9 ഓട്ടപ്രദക്ഷിണം നടക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പള്ളിയുറക്കം കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വൈകിയാണ് ഉണരുന്നത്. വൈകിയാണ് ആറാട്ട് ചടങ്ങുകൾ നടക്കുന്നത്. ജലദ്രോണിയിൽ നീരാട്ട് നടത്തിയിട്ടാണ് അദ്ദേഹത്തെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് ഒട്ടേറെ സവിശേഷതകളാണുള്ളത്. ആ സവിശേഷതകൾ എത്ര പറഞ്ഞാലും എത്ര വട്ടം പറഞ്ഞാലും തീരാത്ത വിധത്തിലുള്ള സവിശേഷതകളുണ്ട്. കൃഷ്ണാർപ്പണം. ഗുരുവായൂരപ്പ.